മനുഷ്യരെ കൊല്ലാൻ ബോംബുണ്ടാക്കുക. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അത് കയ്യിലിരുന്ന് പൊട്ടി മരിക്കുക, കയ്യും കാലും പോകുക, പരിശോധനയിൽ ബോംബ് ശേഖരം കണ്ടെത്തുക. അങ്ങനെ ആരെ കൊല്ലാനാണ്? മനുഷ്യരെ. അറസ്റ്റിലാകുന്ന പ്രവർത്തകരെ തള്ളി പറയുക, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി സെക്രട്ടറി പറയുക. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. താഴെ തട്ടിൽ നേതാക്കൾ പോയി ചേർത്ത് പിടിക്കുക. മനുഷ്യരുടെ പാർട്ടിയാണ്, മരിച്ചാൽ പോകേണ്ടേ എന്ന് ന്യായീകരിക്കുക. പിന്നെ നാണക്കെടുത്തി. ഈ നാട്ടിലെ ഇന്റലിജൻസും പോലീസും ഈ കുടിൽ വ്യവസായം കാണാതെ പോയതാണോ, കണ്ണുകെട്ടിയതാണോ? വാളെടുത്തവൻ വാളാലെ എന്നതിൽ വേദനിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ ആരെ കൊല്ലാൻ ഉണ്ടാക്കിയതാണ് ആ ആയുധം എന്നത് നാടിന്റെ ചോദ്യമാണ്. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. തിരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയതയോ വെറുപ്പോ വിഷമോ വിറ്റ് വോട്ടുണ്ടാക്കാൻ ആളുള്ള കാലത്ത് ആരെ കൊല്ലാനാണ് ആ ബോംബുണ്ടാക്കിയത് എന്ന് കേരളത്തിന് അറിയണം. പാർട്ടിക്ക് പങ്കുണ്ടോ? ബോംബുണ്ടാക്കൽ കുടിൽ വ്യവസായമോ? തള്ളിപ്പറയൽ കണ്ണിൽ പൊടിയിടാനോ? നേതാക്കളുടെ സന്ദർശനം എന്തു സന്ദേശം? ഇതെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് തള്ളി പറയുകയാണ് CPM ചെയ്തത്. പാർട്ടി തള്ളി പറഞ്ഞ, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിലെ പ്രതിയുടെ വീട്ടിലേക്ക് എന്തിനാണ് പാർട്ടി അംഗങ്ങൾ, പാർട്ടി നേതാക്കൾ ചെല്ലുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത്? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് അവരവിടെ ചെന്നത് എങ്കിൽ ഇന്ന് നിങ്ങളുടെ പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള അതിനെ തള്ളി പറഞ്ഞത് എന്തിനാണ്? അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് എന്തിനാണ്? നിയമവിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ഓടി കയറി ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട എന്തു ബാധ്യതയാണ് ജനപ്രതിനിധിക്കുള്ളത്? അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാവുക? നമുക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവർ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക അസാധ്യമല്ലല്ലോ. എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നല്ലോ. പാർട്ടിയുടെ ഘടനയിൽ ഒരു ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പാർട്ടിയെ പറ്റി അടിസ്ഥാന വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഒരു ലോക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായോ, ഒരു ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായി ഒരു സന്ദർശനവും നടത്തില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സുരക്ഷിതത്വം അങ്ങനെയൊന്നും ഇല്ല കേരളത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിപ്പെടുന്നത്? സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. ഇവിടെ ഇന്റലിജൻസും പോലീസും ഒക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നതല്ലേ ഇവർ പറയുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്ന കാലഘട്ടത്തിലാണ് എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി കണ്ണൂർ പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ ഇങ്ങനെ CPMന്റെ മുൻകാല പ്രവർത്തകർ എന്നിവർ ഇപ്പൊ തള്ളി പറയുന്ന ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴുള്ളവരോ അല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ, ആളുകളുടെ കയ്യിൽ എങ്ങനെ ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ കിട്ടുന്നത്? പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം ഉറപ്പുവരുത്താൻ, അവരുടെ കുടുംബ സഹായം ഉറപ്പുവരുത്താൻ, ബക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ, പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് CBI പോലുള്ള അന്വേഷണങ്ങൾ വരാതിരിക്കാൻ വക്കീലിനെ ഇറക്കാനോ ഒക്കെ ഇവർ ശ്രമം നടത്തും. പക്ഷെ ഇവരുടെ നേതാക്കന്മാരോ പാർട്ടിക്കാരോ അല്ല എന്ന് ഇവർ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. അവരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവര് സ്മാരക ധനസമാഹരണം നടത്തിയത് നമ്മൾ കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ CPM ഇതുപോലെ നിരവധി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അരുൺകുമാറെ, അങ്ങനെ സഹിഷ്ണുത ഇല്ലാത്തതിന്റെ പേരില്ല. ധീരജ് മരണപ്പെട്ടത് കോളേജ് ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിന് പുറത്താ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ലേ? വിഷയം മാറ്റാൻ നോക്കില്ലേ? എന്താ? ഒന്നുമില്ല, മനസ്സ് പതറരുത്. നിങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പോലീസ് പറയുന്ന കത്തി എവിടെ? അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കത്തി കൊണ്ടുപോയത് SFIയുടെ പ്രവർത്തകരാ. നിങ്ങൾ ഒരുപാട് കഥയൊന്നും പറയല്ലേ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ഈ അഭിമന്യുവിന്റെ കേസിലെ പ്രതി 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ദാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോഴല്ലേ അറസ്റ്റിലായത്? എവിടെ പോയിരുന്നു കേരള പോലീസിന്റെ അത്ര വലിയ കൃത്യനിഷ്ഠത? സമ്മർദ്ദം കൊണ്ട് പൊന്തൂമലുകളൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചിരുന്നോ?
ഈ കേസിൽ ഒരു ന്യായീകരണവുമില്ല. ഒരു ധീരജിന്റെ കൊലപാതകിക്കോ അഭിമന്യുവിന്റെ കൊലപാതകിക്കോ ഇവിടെ ഒരു ന്യായീകരണമില്ല. സുനി പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നു. നയന, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. See you soon.